പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 31 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ്, ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ. കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടും മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ടാൻ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമ്മയെ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ്, ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ, പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ, വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസനം മാറാതെ നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവേ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉടമ്പടി നിയോഗം വെക്കുമ്പോൾ നമ്മളെന്താണ് കർത്താവിനോട് പ്രാർത്ഥിക്കണേ? പല ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? കർത്താവേ എൻ്റെ കാര്യത്തിൽ ഇടപെടണമേ, കർത്താവേ എൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്നല്ലേ? കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടണമെങ്കിൽ ഈ കാര്യം മാത്രമല്ല, കർത്താവിന് നിരക്കാത്ത എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ ഭാഗം വായിച്ചേ, മർക്കോസ് 5:7 വായിച്ചേ. മർക്കോസ് 5:7. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആരാണെന്ന്? അവനെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാവാ? ചില്ലറ പുള്ളിയല്ല, ലഗിയോനെന്നും പറഞ്ഞ് ഒരു സൈന്യമുണ്ട്. ഒരാളിനെ ആവശിച്ചിരിക്കുകയാണ് പിശാചിൻ്റെ കൂട്ടവാ. ഈശോനെ കണ്ടപ്പോൾ ഗരസേനരുടെ സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ പിശാച് മനസ്സിലായി തൻ്റെ സമയം കുറിച്ചിട്ടുണ്ട്, നിമിഷങ്ങൾ എണ്ണപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇവൻ അലറിയിട്ട് ഇവൻ കുറേ കാര്യങ്ങൾ പറയും. എന്താണെന്നറിയാം? എന്തൊക്കെയാണ് പറയണതൊക്കെ? യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണേ ദൈവത്തിന്. ഈശോയ്ക്ക് വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നതാണ്. കലവറയില്ലാതെ അങ്ങോട്ട് സംസാരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പുള്ളി സമ്മതിച്ച്. യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ, അതാണ് പ്രശ്നം, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? അതാണ് വിഷയം. അതായത് യേശുവിനെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കണമെങ്കിൽ, മഹോന്നതനാണെന്ന് പറയണമെങ്കിൽ നമുക്ക് വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ല. വായിക്കിടന്ന് നാക്കുകൊണ്ട് പറഞ്ഞാൽ മതി. പക്ഷെ അത് പേയ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഇവൻ വാലും ചുട്ടിക്കൊണ്ട് ഓടണം കാണാം. പിശാച് നമ്മളെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? പിശാച് ഇല്ലാത്ത കുറേ കാര്യം നമുക്കുണ്ട്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിംഗ് ഉള്ളതിനല്ലേ, സാധനം പ്രൊഡ്യൂസ് ചെയ്താലല്ലേ മാർക്കറ്റിംഗ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. അതുപോലെ ഇപ്പം പിശാചൻ ദൈവമാണെന്നുള്ള എല്ലാം അറിയാം. അതാണ് യാക്കോബ് പറയണത്. യാക്കോബ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ലേ? 2:19 വായിച്ചേ. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. പിശാചുക്കളും അതുപോലെ വിശ്വസിക്കുന്നു. അപ്പം പിശാചിനും വിശ്വാസമുണ്ടേ. അതാണ് ആ വിഷയം. അപ്പം നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് മസി പിടിക്കേണ്ട കാര്യമില്ല. പിശാച് അടിപൊളിയായിട്ട് വിശ്വസിക്കുന്നു. കണ്ടാ പറ. അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ഭയന്നും വിറക്കുന്നുണ്ട്. ഇപ്പം എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, പിശാചിന് വിശ്വാസമുണ്ട്, ദൈവഭയമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു സാധനം പുള്ളിക്കില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പുള്ളി പിശാചായിട്ട് നിന്ന് പോയത്. പിശാചായിട്ട് പിന്നെ വളർന്നില്ലല്ലോ പുള്ളി. പിന്നീട് പുള്ളിക്ക് വളർച്ചയില്ലല്ലോ. എന്താ പിന്നെ ഒരു ഡോർമെൻറ്റ് സ്റ്റേജിലേക്ക് നിൽക്കുക പുള്ളി. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ദൈവസ്നേഹമില്ല. അതാണ് കുഴപ്പം. ഇനി നമ്മൾ പറയണം, അപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു വിശ്വാസം ഇല്ലാത്ത സാധനം നമുക്കുള്ള എന്താണ്? ഈ ദൈവസ്നേഹമാണ്. ഇനി നമ്മൾക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പം ഞാൻ ക്രിസ്തുത്ത് ഓർക്കുകയെ,
ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയില്ല. ഈ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് തന്നെ നമുക്ക് അത് ആനയെ വളർത്തണം പോലെ. ആന ചെരിഞ്ഞാലും പണ്ട് പറയുമായിരുന്നേ, ആന ചെരിഞ്ഞാലും 10000 നിന്നാലും 10000 എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അവസ്ഥ. ആ പ്രാർത്ഥനയുടെ ഗുണം, ആ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അത് വരുമാനം ഉണ്ടാവും. മിക്കവാറും കേൾക്കത്തില്ല. കാര്യം അപ്പോൾ നിങ്ങൾ അച്ഛൻ ഇങ്ങനെ പറയാം, അത് കേൾക്കത്തില്ല. പിന്നെ അതിൻ്റെ പ്രശ്നം ഞാൻ പറയണ കാര്യം എന്താ, നിങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തീരുമാനം സ്വർഗത്തിലെ. ഇത് നല്ല ഇൻ്റലിജൻറ്റ് സ്പിരിച്വാലിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റവും വായിക്കണം ആക്കണ കണാക്കുണ എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പട്ടിക പറയണ പോലെ സ്വർഗസ്ഥനായ പിതാവേ നാം പൂജിതമായ രാജ്യം സ്വർഗത്തിലെ പോലെ ഇങ്ങനെ പറയണതാണ്. ബാക്കി കഥയിൽ ദൈവം അത് അപ്പം പണ്ട് അതിനെ ഓട്ടോമാറ്റിക് ഡിലീറ്റിംഗ് ആണത്. ചില കമ്പ്യൂട്ടറിൽ ചില സാധനം അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഡിലീറ്റിംഗ് അല്ലേ. ചില ആൾക്കാരുടെ സ്വർഗസ്ഥനായ പിതാവ് ഓട്ടോമാറ്റിക് ഡിലീറ്റിംഗ് ആയി, അപ്പം തന്നെ അത് മാഞ്ഞു പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എന്താ പ്രശ്നം, ചില ആൾക്കാർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പ്രെയർ ഈസ് ആൻ ഇൻ്റലിജൻ്റ് അഫെയർ. ബുദ്ധിപരമായൊരു ഇടപാടാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇപ്പം സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, ഇതൊരു സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഇപ്പം നമുക്കൊരേ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഡെയിലി ഫിസിക്കലായിട്ടുള്ള നീഡാണെന്ന് തന്നെ വിചാരിച്ചോ. അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് ചെല്ലും, എന്താണ് സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അയ്യോ ഞാൻ ഇത്രയും പറച്ചില്ല, എനിക്കത് കിട്ടില്ല എന്ന് പറയാമല്ല. ആന ചെരിഞ്ഞാലും 10000 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആനക്ക് കൊമ്പുണ്ടല്ല, എടുത്ത് വിൽക്കാവുന്നതിൻ്റെ അർത്ഥം. പണ്ടത്തെ കഥയാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ഒരു നമ്മൾ ഗീവ് us today our daily bread എന്ന് പറഞ്ഞിട്ടും ആ ബ്രെഡ് കിട്ടണില്ല. നമ്മൾ പറയുന്ന സാധനം നമ്മൾ പറഞ്ഞ സമയത്ത് കിട്ടണില്ല. ഇൻ കേസ് നമ്മുടെ കാര്യം ഫ്ലോപ്പായി പോയാലും നമ്മൾ പ്രാർത്ഥന ആദ്യം മുതൽ ചൊല്ലും, എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഈ കാര്യത്തിന് കിട്ടിയില്ല, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഈ കാര്യത്തിന് എനിക്കത് സംഭവം തന്നില്ല, അങ്ങയുടെ നാമം പൂജിതമാകണമേ. കണ്ടാ, അപ്പം അതിൻ്റെ സംഭവം കിട്ടാത്തതിന് പോലും ബ്ലെസ്സിങ്സ് ആയിട്ട് ആ പ്രാർത്ഥനയെ കൺവേർട്ട് ചെയ്ത് മാറ്റണം. അപ്പം അത് എന്താ പ്രശ്നം, അതിങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെല്ലണമെങ്കിൽ ദൈവസ്നേഹം ഉണ്ടാവണം. ദൈവസ്നേഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ദൈവസ്നേഹം ഉള്ളവർ അവരുടെ വിജയത്തിലേക്കും പരാജയങ്ങളിലേക്കും കർത്താവിന് എടുത്തു. ഇപ്പം നമുക്ക് കിട്ടാത്ത കാര്യത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ നമ്മളെന്താ പറയണത്? നമ്മൾ അവിടെയും കർത്താവിന് ഇടപെടാൻ വേണ്ടി പിശാച് പറയും, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണം എന്നല്ലേ പറയണത്, ലഘ്യം പറയണത്. പക്ഷെ നമ്മളെന്താ പറയണത്? നീ എൻ്റെ കാര്യം പരാജയത്തിലും വിജയത്തിലും പൂർണ്ണമായി ഇടപെടാൻ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. അതപ്പോഴാണ് നമ്മൾ പിശാചിനേക്കാൾ വ്യത്യസ്തമായി മാറി ദൈവപൈതലായിട്ട് മാറുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.